നമസ്കാരം. ഗൾഫ് വാർത്ത. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നാളെ ഇന്ത്യ സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തുന്നത്. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ ഇന്ത്യയിലേക്കുള്ള ഹംദാന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. നമസ്കാരം. വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് 2 വയസ്സുകാരന് ദാരുണാന്ത്യം. UAE-യിലാണ് സംഭവം. പാകിസ്ഥാനി ദമ്പതികളുടെ മകനായ അബ്ദുള്ള മുഹമ്മദാണ് മരിച്ചത്. റാസൽ ഖൈമയിലെ സെദ്രോ പ്രദേശത്താണ് സംഭവം. കുട്ടി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിമധ്യേ കുട്ടി മരണപ്പെട്ടു. കുവൈറ്റിൽ പ്രവാസി മലയാളി നിര്യാതനായി. കാസർഗോഡ് സ്വദേശി ഹൃദയാഘാതം മൂലമാണ് കുവൈറ്റിൽ മരിച്ചത്. കൈക്കോട്ടുകടവ് സ്വദേശി KP അബ്ദുൽ ഖാദറാണ് മരണപ്പെട്ടത്. കുവൈറ്റിലെ ഖൈറാനിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. കുവൈറ്റ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം അംഗമാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള വർക്ക് പെർമിറ്റിന് വിദ്യാഭ്യാസ യോഗ്യതകളുടെ പരിശോധന കർശനമാക്കി. ഇതിനായി GCC രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള എല്ലാ പ്രവാസികളും വർക്ക് പെർമിറ്റ് എടുക്കാനോ പഴയത് പുതുക്കാനോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ തൊഴിലുടമകൾക്കായുള്ള ആക്ഷൻ പോർട്ടൽ അല്ലെങ്കിൽ സഹേൽ ബിസിനസ് ആപ്പ് വഴി നടപ്പിലാക്കും. UAE-യിൽ 40-കാരനെ വധശിക്ഷയ്ക്ക് വിധിച്ച റാക് കോടതി. ഗർഭിണിയായ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം 2ാം ഭാര്യയും കൊലപ്പെടുത്തിയ കൊമേറിയൻ പൗരനെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. എന്നാൽ ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ നൽകിയ അപ്പീൽ പരിഗണിച്ച് കോടതി മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു.